മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദുർഗയെ മഞ്ജു വിളിക്കുകയാണ് കേട്ടോ. മഞ്ജു വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയണം. അത് കേൾക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ആ മോളെ അതെന്തോ ആരോ മനഃപൂർവ്വം ചെയ്തതാണ്, മോൾ അത് കണ്ട് വിഷമിക്കണ്ട, മേഘനാഥൻ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നിങ്ങനെ ദുർഗ പറയണം. അതേസമയം കരുണ ഫോൺ വാങ്ങിയിട്ട് പറയണം, നിനക്ക് എന്താ മഞ്ജു, നിനക്ക് നിൻ്റെ കല്യാണത്തിന് പോലും അവർ സഹകരിച്ചില്ല, അവരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ, നിനക്കത് അറിയില്ലേ? മേഘൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളതും നിനക്കറിയില്ല. ലക്ഷ്മിയും കണ്ണനും കൂടിയിട്ടാണ് എല്ലാ കാര്യവും ചെയ്തിരിക്കുന്നത്. എന്താണെന്നറിയോ, അവർക്കൊരു കുഞ്ഞുണ്ടാവില്ല, അത് ഉറപ്പായ കാര്യമാണ്. അപ്പോൾ മറ്റുള്ളവർ ജീവിക്കുന്നത് കാണുമ്പോൾ അവൾക്കൊരു അസൂയാണ്. നീ എന്താ അത് മനസ്സിലാക്കാത്തേ എന്നിങ്ങനെ പറയണേ കേട്ടോ. അതുകൊണ്ട് നീ അങ്ങനെയൊന്നും കരുതരുത്, അത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ മഞ്ജുവിനൊരു ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ. പിന്നീട് മഞ്ജു ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ സീമന്തിനി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. എന്താ നിൻ്റെ പ്രശ്നം എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതേസമയം മേഘ ഇങ്ങനെ വരികയാണ്. മേഘ ഇങ്ങനെ വരുമ്പോൾ ചോദിക്കുകയാണ്, പിന്നെ ഞാൻ അവിടെ പോയിട്ട് രണ്ടാൾക്കും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ മഞ്ജു ആകെ പകുതി തണുത്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കരുണ അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ പകുതി തണുത്തിരിക്കുകയാണ്. എന്തായാലും ശരി, അവനും അവളും കൂടി ചതിച്ചതാണ്, അല്ലാതെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഇന്ന് കാലത്ത് എന്തെല്ലാം ചെയ്യാം, കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് തല മാറ്റിയിട്ട് വേറെ തല ചെയ്യാം, അതുകൊണ്ട് ഞാനങ്ങനെ നന്നായി പറഞ്ഞിട്ടാണ് വന്നത് എന്നിങ്ങനെ പറയണ്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജു ഇങ്ങനെ സോറി പറയണേ മേഘനാഥനോട്. സാരമില്ല കേട്ടാ, എൻ്റെ സോറിയാണ് കേട്ടോ, സോറി എന്നിങ്ങനെ പറയണം കേട്ടോ, ഇനി ആവർത്തിക്കില്ല എന്നിങ്ങനെ മഞ്ജു പറയണം. അതിനുശേഷം മേഘനാഥൻ ദേഷ്യത്തോട് കൂടിയിട്ട് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അതേസമയം സീമന്തി ഇങ്ങനെ പറയണം കേട്ടോ, ഏതായാലും ശരി, നീ അത്യാവശ്യം സ്വർണം പോലും കൊണ്ടുവന്നില്ല, നീ വെറുതെ അവനോരോരോ പേരും ഉണ്ടാക്കണ്ട, അവൻ്റെ മനസ്സമാധാനം നീ കളയണ്ട എന്നിങ്ങനെ പറയണം. അതിനുശേഷം മഞ്ജു ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോവാണ് കേട്ടോ. മഞ്ജു ഇങ്ങനെ കയറിപ്പോകുമ്പോൾ തന്നെ മഞ്ജുവിൻ്റെ മനസ്സിലൊരു ഡൗട്ടുണ്ട്. കാരണം സാഗറോട് അന്നിങ്ങനെ വിളിച്ച് പറയുന്നത് മഞ്ജു ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ജു ഇങ്ങനെ കയറിപ്പോകുമ്പോൾ മേഘനാഥിൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ടാവും. പെട്ടെന്ന് തന്നെ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് സാഗറിൻ്റെ നമ്പർ എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം മഞ്ജു സാഗറെ കാണാൻ വേണ്ടി പോവുകയാണ്. സാഗറെ കാണാൻ പോകുമ്പോൾ തന്നെ സാഗർ വിചാരിക്കണേ, ഇനി ഇവളിപ്പോൾ എന്ത് ഭാര്യയും കൊണ്ടാണാവോ വരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതേസമയം മഞ്ജു കണ്ടതും ചോദിക്കുക, നീയാണോ ആ ഫോട്ടോ അയച്ചത് ചോദിക്കും. അയ്യോ ഞാനല്ലല്ലോ അയച്ചിരിക്കുന്നത്. എന്നാൽ ശരി, ആ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇതിലെല്ലാം സത്യമോ എന്തെങ്കിലും സത്യമുണ്ടോ അത് പറയേ നീ എന്നിങ്ങനെ പറയണം കേട്ടോ. നീ ലക്ഷ്മിയെടുത്തിട്ട് പിന്നിൽ നടന്നതും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷേ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നിങ്ങനെ പറയണം. സത്യം തന്നെ നീ പറയണം എന്നിങ്ങനെ മഞ്ജു സാഗറോട് പറയണം കേട്ടോ. അപ്പോൾ സാഗർ രണ്ടും കൽപ്പിച്ച് പറയണം, അങ്ങനെ ഒരു പെണ്ണുണ്ട് മാനസ എന്നാണ്. ആ മാനസ എന്ന ഏതായാലും സാഗർ മനസ്സിൽ വിചാരിക്കണം, അവൻ എന്നെ നല്ല തല്ലിയതല്ലേ, എന്തായാലും ഇവളോട് പറയാ എന്നിങ്ങനെ കരുതിയിട്ട് പറയണം കേട്ടോ. മാനസയുടെ കാര്യമെല്ലാം പറയണം. ഒരു കുട്ടിയുണ്ടെന്നും ആ കുട്ടിക്ക് ചിലവിന് കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും മേഘനാണ് ചെയ്യുന്നതെന്നും ഇത് ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട എന്നും മഹാലക്ഷ്മി നല്ലൊരു സ്ത്രീയാണെന്നും അവളെ ചതിക്കാൻ കൂട്ടുനിന്നതല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും സാഗർ പറയണം കേട്ടോ. സാഗർ പറയുന്നുണ്ട്, ആ മാനസി എന്ന് പറയുന്നവരുടെ വീട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം, അവിടെ ഒരു കുട്ടിയുണ്ട്, ഒരു മുടിനാര എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെല്ലാം ടെസ്റ്റുകളുണ്ട്, ആ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മേഘൻ്റെ കുഞ്ഞാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് മഞ്ജുവിന് ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റില്ല കേട്ടോ. മഞ്ജു സാഗറിൻ്റെ കോളർ പിടിച്ച് വലിച്ച് പറയുന്നുണ്ട്, നീ പറയുന്നത് സത്യമല്ലായിരുന്നെങ്കിൽ എന്നിങ്ങനെ പറയണ്ടേ. എന്തായാലും ശരി മഞ്ജു, അത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഞ്ജു പറയണ്ട, ഞാൻ എപ്പോൾ വിളിച്ചാലും നീ ഫോൺ എടുക്കണം, എനിക്കിത് സത്യമാണെന്ന് അറിയണം, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയണം. പിന്നീട് മഞ്ജു വീട്ടിലേക്ക് പോവുകയാണ്. അതേസമയം മാർക്കോയും ലോപ്പോസും സാഗർ പോയിട്ട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയണം കേട്ടോ. മഞ്ജു ഇങ്ങനെ വന്നു എന്നും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നും പറയുമ്പോൾ തന്നെ മാർക്കോയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആ കണ്ണനെയും മഹാലക്ഷ്മിയെയും ജീവിക്കാൻ വിടാതെ അവരെന്തെല്ലാം ഒന്നാണ് ചെയ്യുന്നത്. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവനെനിക്കൊരു കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തുറുപ്പ് ചീട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏതായാലും അവനെ ഞാൻ ഒരു പെണ്ണിന് കേസിലാണല്ലോ എന്നെ കുടുക്കിയത്. അവൻ അതുകൊണ്ട് അവൻ്റെ ജീവിതം കുട്ടിച്ചോറാകണം, അതിനുള്ള തിരി എന്തായാലും കൊളുത്തിയിട്ടുണ്ടല്ലോ. മഞ്ജു അവൻ്റെ തല തന്നെ വെട്ടിക്കളയും എന്നിങ്ങനെ പറഞ്ഞ് മാർക്കോ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം സാഗർ ഇങ്ങനെ പറയുന്നുണ്ട്, മഞ്ജു ഒരു നല്ലൊരു പെണ്ണാണ്, ഒരു പാവമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. എന്താണ് നിനക്ക് വല്ല കണ്ണും ഉണ്ടോ അവളോട് എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ. പിന്നീട് മേഘൻ്റെ അടുത്ത് മഞ്ജു വരികയാണ് കേട്ടോ. മഞ്ജു വന്നിട്ട് തലയിൽ ഇങ്ങനെ എണ്ണയിട്ട് കൊടുക്കണം കേട്ടോ. അതേസമയം
പറയുന്നുണ്ട്, എന്താ മഞ്ജു നിൻ്റെ സംശയമൊക്കെ തീർന്നു ചോദിച്ചു. ആ, എൻ്റെ സംശയമൊക്കെ തീർന്നു. അവർ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാതെ നമുക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യാണ്, അതെനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയണം കേട്ടോ. അത് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, അത് വലിയ കാര്യം. അവർ നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല, അവർ നമ്മളെയും കൂടി വേർപിരിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നിങ്ങനെ പറയണം. അത് ശരിയാണ് മേഘേട്ട, ഇനി എന്തായാലും ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മഞ്ജു നെയ്സിൽ തലേന്ന് ചീവിയിട്ട് ഒരു മുടി എടുക്കണം കേട്ടോ. മഞ്ജു ആ മടി നോക്കിയിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണം, ഇത് എന്തായാലും എടുക്കണം, ഇതൊരു തുറുപ്പ് ചീട്ടാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. മേഘന ഇതൊന്നും അറിയാതെ മഞ്ജുവിൻ്റെ പിണക്കമൊക്കെ മാറി എന്ന് പറഞ്ഞിട്ട് മേഘന എങ്ങനെ ഇരിക്കുകയാണ്.